ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിക്കാൻ വേണ്ടി പോകാൻ നേരത്ത് ആദ്യം കണ്ടത് ഈ കാഴ്ചയാണ് കേട്ടോ. നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പരിപാടി പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മുടി വെട്ടി കൊടുക്കല്. ബാർബർ ഷോപ്പില്ലാണ്ട് നമുക്ക് നടക്കൂല. അതൊക്കെ കണ്ട് നമ്മളെ പരിപാടിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങാണ്. സംഭവം റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല വ്യൂ ആണെങ്കിലും പുറത്തുള്ള 2-3 വേസ്റ്റ് ബാസ്ക്കറ്റ് കാരണം കുറച്ചേരം മൂക്ക് വെച്ച് നടക്കണം. ഷോപ്പിലെത്തി കടുപ്പത്തിലൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് കസ്റ്റമർ നോക്കി ഇങ്ങനെ നിൽക്കാണ്. ചില ദിവസങ്ങളുടെ ഒന്നും രാവിലെ കസ്റ്റമേഴ്സേ ഉണ്ടാവില്ല കടയിൽ. അപ്പൊ പിന്നെ കടയിലുള്ള സ്റ്റാഫുകളടുത്തും പിന്നെ അവിടുത്തെ മുതലാളിമാരടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കും കുറച്ചേരം. ആളില്ലാണ്ട് ബോറടിച്ച് നിൽക്കുമ്പോഴാണ് ഷോപ്പിലെ പങ്കാളിക്കാർക്ക് ഉച്ചക്കുള്ള കറിക്കുള്ള ഐറ്റംസ് സെറ്റാക്കാൻ വേണ്ടി നിൽക്കുന്നത്. കുറെ നേരം അവിടെ അങ്ങനെ ബോറടിച്ച് നിന്ന് പിന്നെ ബ്രേക്ക് ടൈം ആയപ്പോൾ ഞാൻ നേരെ റൂമിൽ പോകും. എന്നാണെങ്കിൽ നമ്മുടെ റൂമിൽ രണ്ടാൾക്കാർക്ക് ഓഫാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും കൂടെ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൂമിൽ. ഈ ചെങ്ങായി ആണെങ്കിൽ അളക്കൽ നിർത്തണമില്ല. ഇത് നിർത്തിയിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നത് ഞാൻ കാണുന്നത്. എല്ലാവരും എൻ്റെ പോലെ ഇപ്പം എൻ്റെ അളക്കൽ കഴിയാൻ വേണ്ടി കാത്തുകയാണ്. ഇത് കഴിഞ്ഞാലേ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ എല്ലാവർക്കും വേണ്ടി വിളമ്പി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച് സത്യം പറയാലോ അടിപൊളി ബിരിയാണി ആയിരുന്നു. തിരിച്ച് ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ എന്തായാലും ബിരിയാണി കഴിച്ചല്ലേ, അതുകൊണ്ട് ഒരു ഭംഗിക്കൊരു സോഡൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. രാത്രി ഷോപ്പിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ചെങ്ങായി വണ്ടി കൊണ്ട് വരുന്നത്. ഇവനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ കുബേരൻ സിനിമയിൽ ദിലീപിന്റെ വണ്ടിയാണ് കേട്ടോ. അവൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഇതേപോലത്തെ വണ്ടി ഞങ്ങളുടെ നാട്ടിലത്തെ സിനിമയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പൊലിവ്. ഞാനിതിൽ അവൻ്റെ വണ്ടിനെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. ഇതേപോലത്തെ വണ്ടി ആ പടത്തിൽ ഉണ്ടാവുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ സെയിം സംഭവം തന്നെ ഞാൻ അവൻ്റെ അടുത്തും പറഞ്ഞത്. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇന്നത്തെ ദിവസവും അതേപോലെ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.